കല്യാണ സദ്യയിലൊക്കെ കിട്ടുന്ന നാരങ്ങ അച്ചാർ വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒട്ടും കയ്പില്ലാതെ കേട്ടോ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നാരങ്ങ എടുത്തിട്ടുണ്ട്. നമ്മളൊരു 10-11 നാരങ്ങ എടുത്തിട്ടുണ്ട്. നല്ല കളറിലുള്ള അത്യാവശ്യം നല്ല മൂത്ത നാരങ്ങ വേണം നോക്കിയെടുക്കാൻ വേണ്ടി. ഒരു 3-4 ഡേറ്റ്സ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 പച്ചമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2-3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നാരങ്ങയൊക്കെ നല്ലപോലെ കഴുകിയെടുത്ത് കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഒരു നാരങ്ങ ഒരു 4 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. വെറും നാരങ്ങയും കറിവേപ്പിലയും മാത്രമായാലും മതിയേ, ഡേറ്റ്സും. ഇനി ഇതെല്ലാം കൂടി നമ്മൾ കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൽ അത്യാവശ്യം ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറച്ചധികം അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയും നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർക്കാം. പിന്നെ കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ ഉലുവപ്പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടി കാശ്മീരി മുളക് പൊടി എടുത്തത്, അതുകൊണ്ട് നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ നമ്മൾ അച്ചാറിന്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വരെ വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതിരിക്കരുത്, കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അടിക്ക് പിടിച്ച് പോകും. അപ്പോൾ ഇനി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം കേട്ടോ. ഒറ്റ വിസിൽ മാത്രം മതിയാകും. അപ്പോൾ തന്നെ നമ്മളെ നാരങ്ങയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മുഴുവനായി തണുത്തതിന് ശേഷം വിസിലൊക്കെ പോയതിന് ശേഷം മാത്രം മൂടി തുറക്കുക. അപ്പോൾ ഇതാ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡേറ്റ്സൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നാരങ്ങേൻ്റെ കയ്പ്പ് അറിയേയില്ല. പിന്നെ കുറച്ച് നല്ല കൊഴുപ്പും കിട്ടും കേട്ടോ നമ്മൾ ഈ ഒരു ഡേറ്റ്സ് ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ഇനി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കി ചേർത്ത് കൊടുക്കാം. അച്ചാറിൽ ഉപ്പ് എത്ര ചേർത്ത് കഴിഞ്ഞാലും അതിനൊരു കറക്റ്റായിട്ട് പിടിച്ച് കിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ചേർത്തിട്ടുണ്ട്, എന്നാലും അതിലേക്ക് ഉപ്പ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ കുറച്ചും കൂടി അങ്ങ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യും തോറും ഡേറ്റ്സ് കൂടി ഇങ്ങനെ നല്ലോണം വെന്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ല കൊഴുപ്പ് വരും ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ, കണ്ടോ. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. പിറ്റേന്ന് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എണ്ണയോ വിനാഗിരിയോ ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മോശമായി പോകുമെന്ന് അറിയില്ല. ഞാനിത് പിറ്റേന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഡേറ്റ്സ് ചേർത്തില്ലെങ്കിലും ഇതിന് കയ്പ്പ് രസമൊന്നും ഉണ്ടാവില്ലേ. പിറ്റേന്നത്തേക്ക് തന്നെ കയ്പ്പുണ്ടെങ്കിൽ ഒക്കെ റെഡിയായി കിട്ടുകയും ചെയ്യും. പിന്നെ ആ ഒരു നാരങ്ങേൻ്റെ കൂടെ നമ്മൾ ഈ ഡേറ്റ്സൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും. അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ കേട്ടോ ഈ ഒരു അച്ചാർ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അച്ചാർ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ലെമണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.